മൂക്കടപ്പിനോടൊപ്പം നെഞ്ചരിച്ചിൽ ഉണ്ടാവാറുണ്ടോ? എന്താണ് അതിന് കാരണം? മൂക്കടപ്പിനോടൊപ്പം നെഞ്ചരിച്ചിലിന് അലർജി മാത്രമാവണമെന്നില്ല. കാരണം അസിഡിറ്റി കൊണ്ടും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അസിഡിറ്റി കൂടുതലുള്ള ആളുകളിൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവാറുണ്ട്. അതായത് വയറിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ദഹനരസം വയറിൽ നിന്ന് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുകയും തൊണ്ടയെ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അലർജിയുടെ അതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. തുമ്മല്, ചുമ, അതുപോലെ തന്നെ മൂക്കടപ്പ് പോലും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അലർജിയുള്ള ആളുകളിൽ അധികവും കാണുന്നതാണ് മൂക്കടഞ്ഞിട്ട് വായ തുറന്നു വെച്ച് ഉറങ്ങുക എന്നുള്ളത്. അങ്ങനെ വായ ഡ്രൈ ആവുമ്പോഴും ഈ ആസിഡ് റിഫ്ലക്സ് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ആസിഡിറ്റി കൂടിയാലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും നെഞ്ചരിച്ചിലുണ്ടാവും, പുളിച്ചു തേട്ടലുണ്ടാവും. അതോടൊപ്പം തന്നെ അലർജിയുടേതായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ഒരുപോലെ കാണിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ അവർ പോയി കിടന്നുറങ്ങരുത്. സ്പൈസി ആയിട്ടുള്ള ഫുഡുകളും അലർജിയുള്ള ഫുഡുകളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ കിടക്കുമ്പോൾ തലയുടെ ഭാഗം ഉയർത്തി വെച്ച് കിടക്കുക, അല്ലെങ്കിൽ രണ്ട് തലേണ വെച്ചിട്ടും കിടക്കുക. അങ്ങനെ തലയുടെ ഭാഗം ഉയർത്തി വെച്ച് കിടക്കുമ്പോൾ ഈ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറയുകയും അലർജിയുടെ പോലുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ മാറ്റം വരികയും ചെയ്യാറുണ്ട്. ഒരുപാട് കാലമായിട്ട് മരുന്ന് കഴിച്ചിട്ടും അലർജിയുടെ ലക്ഷണങ്ങളൊക്കെ അതുപോലെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസിഡിറ്റി കൂടെ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അലർജിയുടെ ലക്ഷണങ്ങളോടൊപ്പം കൂടുതലായിട്ട് നെഞ്ചരിച്ചിലും പുളിച്ചു തേട്ടലും ഒക്കെ ഉണ്ടോ? അസിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.